ശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവനേശുവെ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാനെത്തിയിടുമ്പോൾ ശുദ്ധപാടുകിൽ കടൽ തീരത്തിൽ യേശുവിൻ പൊൻമുഖം മുത്തിടും ഞാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഒരു വിശുദ്ധ ദിവസം കൂടെ ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 19-ാമത് വചനം വായിച്ച് കേൾക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 19-ാമത് വചനം. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴി, നിർജ്ജന പ്രദേശത്തു നദികളും ഉണ്ടാക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. പുതിയതൊന്ന് ചെയ്യുവാൻ ദൈവം ഒരുങ്ങിയിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇന്ന് പകലൊരു പുതിയത് ചെയ്യുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ഞങ്ങളെ ഏൽപ്പിക്കുവാൻ, ഈ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ വിട്ടുകൊടുക്കുവാൻ കർത്താവേ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരുഭൂമിയിൽ വഴി ഒരുക്കുന്ന ഒരു ദൈവം, നിർജ്ജന പ്രദേശത്ത് ഉറവകളെ തുറക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ടല്ലോ. കർത്താവേ, ആ ദൈവത്തെ ഞങ്ങൾ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അടിയങ്ങളോട് കൃത്യമായി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 19-ാമത് വാക്യം. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും. ദൈവം പറയുന്നു, ഇതാ പുതിയതൊന്ന് ഞാൻ ചെയ്യാനായിട്ട് പോവുകയാണ്, അത് നാളെയല്ല ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു. ദൈവം പുതിയതൊന്ന് ചെയ്യുവാൻ ഇതുവരെയും ചെയ്തിട്ടില്ലാത്തത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത്, കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത്, ഇന്ന് പകൽക്കാലം ചില അത്ഭുതങ്ങളെ കാണുവാൻ, പ്രത്യക്ഷമായ ചില വിടുതലുകളെ കാണുവാൻ, വർഷങ്ങളായി അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളെ ഇന്ന് പകൽക്കാലം അഴിച്ചു മാറ്റി ദൈവം തന്റെ ജനത്തെ വിടുവിപ്പാൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാ. ഇതങ്ങനെ പുതിയതൊന്നും ചെയ്യാൻ പോകുകയാ. ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല, ഒരു മനുഷ്യന് കേട്ടിട്ടില്ലാത്തത്. ഓ ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിന്റെ അകത്തളങ്ങൾ വെളിപ്പെടുക. തടസ്സമായി വ്യാപരിക്കുന്ന വിടർച്ചകൾ മാറട്ടെ, തടസ്സങ്ങൾ മാറട്ടെ. ദൈവം പറയുന്നു, ഞാനിത് പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ, right now, ഈ സമയത്ത് ചില വിടുതലുകള്, ചില കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികള് ഇന്ന് പകൽക്കാലം സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ശാസിച്ചതിന്റെ മേൽ കയറെടുക്കുന്നു. കുടുംബത്തിനകത്ത് സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന
സകലയുടെ സ്വാധീനങ്ങള്, ദേശത്തിന്റെ കോഴികള് യേശുവിന്റെ നാമത്തിൽ കഴിയട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് പകൽക്കാലം എനിക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യണം. അടിയങ്ങളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകനോട് ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുകയാണ്. ഇന്നലകളിലുള്ളതിനെ കുറിച്ച് വ്യാകുലപ്പെടാതെ ഇന്ന് പുതിയത് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു പുതുമ, അല്ലേ? ഒരു പുതിയ ഷർട്ട് എടുക്കണമെങ്കിൽ, ഒരു പുതിയ ഭവനം വാങ്ങുവാൻ ഒക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ ഇന്ന് പകൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഒരു പുതുക്കം, നമ്മുടെ അകത്തെ മനുഷ്യരിൽ ഒരു പുതുക്കം സംഭവിക്കുമ്പോൾ പുറത്തും ചിലതൊക്കെ നടക്കും. നാളത്തേക്ക് മാറ്റിവെക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. യേശു കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അന്നത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് തരുവാൻ ദൈവം വിശ്വസ്തനാണ്. മനുഷ്യന്റെ ജീവിതത്തില് അത് ടെൻഷൻ കൊടുക്കുന്നു, നാളെ കുറിച്ച് വിചാരപ്പെടുമ്പോഴാണ്. കർത്താവ് പറഞ്ഞു, അത് കാക്കയെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും ഓരോ ദിവസവും അതിനെ നടത്തുന്നു. കാക്കയേക്കാൾ എത്രയോ വിശേഷതയുള്ളവരല്ലേ നമ്മെ നടത്തുന്ന ഒരു ദൈവം. അപ്പൊ ദൈവമാണ് എന്നെ നടത്തുന്നു എന്ന ഓർമ്മയും അറിവും ബോധവുമാണ് നമുക്ക് ബലം നൽകുന്നത്. ദൈവം നടത്തിയാൽ നന്നായിട്ടേ നടക്കുകയുള്ളൂ. മനുഷ്യന്റെ വഴികൾ അത് നാശത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ വഴികൾ നിത്യതയിലേക്ക് നടത്തുന്നതാണ്. നമ്മുടെ ലക്ഷ്യം ഉയരങ്ങളിലേക്കാണെങ്കിൽ ആ ദൈവത്തിൽ സമ്പൂർണമായി നമ്മെ വിട്ടുകൊടുത്താൽ ദൈവത്തിൽ നമ്മെ നടത്താൻ കഴിയും. പക്ഷെ പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന വഴിയിൽ ദൈവത്തിൽ നമ്മെ നടത്താൻ കഴിയില്ല. ചില കുസൃതിയുള്ള കുട്ടികളെയൊക്കെ നമ്മളിങ്ങനെ കയറ്റി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് ഒറ്റയ്ക്ക് നടക്കാനായിട്ട് ആഗ്രഹിക്കും. എന്താ കാര്യം? അവർക്ക് സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കർത്താവ് നീ എന്നെ കാത്തുകൊള്ളണം എന്ന് പറഞ്ഞ് നമ്മൾ കൈയൊക്കെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കും. പക്ഷെ കുറെ കഴിയുമ്പോഴോ കർത്താവിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വഴുതി പോരുവാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് പകൽ കർത്താവ് നമ്മെ നടത്തുമ്പോൾ, കർത്താവിനാൽ നാം നടത്തപ്പെടുമ്പോൾ, അത് കർത്താവ് പറയുന്നു, അത് ഇപ്പോൾ തന്നെ ഉത്ഭവിക്കാൻ പോവുകയാ. എന്താണ്? മരുഭൂമിയിൽ ഞാൻ വഴി ഒരുക്കുന്നവനാണ്. മരുഭൂമി ആരും യാത്രയ്ക്കായി ആഗ്രഹിക്കാത്ത സ്ഥലമാണ്. ചുട്ടുപഴുത്ത മണലുള്ളതായ സ്ഥലമാണ് മരുഭൂമി. പക്ഷെ മരുഭൂമിയിൽ കർത്താവ് തന്റെ ജനത്തിന് വഴിയൊരുക്കി. ദൈവം ഒരുക്കപ്പെട്ട വഴിയിലൂടെ അവർ യാത്ര ചെയ്തത് കൊണ്ട് സംഗീതം നമ്മൾ കേട്ടതുപോലെ അവിടെ വസ്ത്രം ജീർണിച്ചു പോകാൻ ദൈവം അനുവദിച്ചില്ല. തൊട്ടപ്പുറത്തൂടെ യാത്ര ചെയ്തവരുടെ അവരെല്ലാം വഴിയിൽ കുഴഞ്ഞു വീണവർ കാണും. പക്ഷെ ദൈവ സാന്നിധ്യത്തിന്റെ കീഴിൽ യാത്ര ചെയ്തവരിൽ ആരും ബലഹീനരായി തീർന്നില്ല. ആരുടെയും കാൽ വീങ്ങിപ്പോയില്ല. ആരുടെയും കാലിന്റെ ചെരുപ്പ് പോലും തേഞ്ഞു പോയില്ല. എന്താ കാര്യം? അവർ ദൈവ സാന്നിധ്യത്തിന്റെ കീഴിലാണ് യാത്ര ചെയ്തത്. നാം ഇന്ന് പകൽ നമ്മോട് ചോദിക്കണം, എന്തുകൊണ്ട് കർത്താവ് എന്റെ കാൽ വീങ്ങുന്നു? എന്തുകൊണ്ട് ഞാൻ ബലഹീനായി തീരുന്നു? ആ സാന്നിധ്യത്തിന് കീഴിൽ യാത്ര ചെയ്തവരുടെ വസ്ത്രം പോലും ജീർണിച്ചു പോകാതെ ദൈവം കാത്തെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് ആ സംരക്ഷണം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല? ഇന്നും ദൈവത്തിന് അനുഭവിക്കാതെ നമ്മെ നടത്തുവാൻ ഇഷ്ടമുണ്ട്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നടക്കുവാൻ നാം തയ്യാറാകണം. ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നടക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേട്ട് എന്നെ അനുഗമിക്കുന്നു. ഞാൻ അവയ്ക്ക് മുമ്പായി കടന്നു പോകുന്നു. എനിക്കും നിങ്ങൾക്ക് മുമ്പായി കടന്നു പോകുന്ന ഒരു പ്രാണനാഥൻ നമുക്കുണ്ട്. ആ
നല്ല ഇടയന്റെ ആടുകളാണ് നമ്മൾ. നല്ല ഇടയൻ ആടുകൾക്ക് ജീവനെ കൊടുക്കുന്ന ഇടയനാണ്. ഈ പകൽക്കാലം നമ്മൾ നടത്തുന്ന ഒരു കർത്താവ് ഇന്നും ജീവിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് ജീവനുള്ള ദൈവമാണ്. അവൻ ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഒരുക്കമാണ്. മരുഭൂമിയിൽ വഴിയൊരുക്കുന്നവൻ, നിർജ്ജന പ്രദേശത്ത് ഉറവകളെ തുറക്കുന്നവൻ. എന്തുകൊണ്ട് മനുഷ്യൻ പാർക്കുവാൻ ആഗ്രഹിക്കാത്തത്? ഉറവില്ലാത്തത് കൊണ്ട്, ജലത്തിന്റെ അംശമില്ലാത്തത് കൊണ്ട്. ജലമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് മരുഭൂമിയിൽ ആരും വീട് കെട്ടി പാർക്കാത്തത്. അതേ, നിർജ്ജന പ്രദേശത്ത് ഇതുവരെയും ആൾപ്പാർപ്പില്ലാത്ത ചിലയിടത്ത് ദൈവം ചില ഉറവകളെ തുറക്കും. ദൈവാത്മാവ് പറയുന്നു, സാമ്പത്തികമായി വറ്റി വരണ്ടിരിക്കുന്ന അനുഭവത്തിലായിരിക്കുന്ന വ്യക്തിയെ നിന്റെ ജീവൻ ചില ഉറവുകളെ തുറക്കുക. ഇന്ന് പകൽ ദൈവം വിശ്വസ്തനാണ്. ഏത് വഴിയും നീ ചിന്തിക്കേണ്ട. സ്വർഗത്തിന് ദൈവം തുറന്ന് അത് ആർക്കും അടയ്ക്കാൻ കഴിയുകയില്ല. ആരും അടയ്ക്കാതെ കൊണ്ട് തുറക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം പുതുവഴികളെ തുറക്കുന്നവരാണ്. സമാധാനം നദി പോലെ ഒഴുകുവാൻ ഏതൊക്കെ മേഖലയിലാണ് നിനക്ക് അസാധ്യമെന്ന് തോന്നുന്നത്, ആ ഭാഗം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഇന്ന് പകൽ നമ്മൾ ചെയ്യേണ്ടുന്നത്, കർത്താവേ അങ്ങയുടെ സാന്നിധ്യം എന്നോട് കൂടെ പോരണമേ. മോശ ദൈവത്തോട്, ദൈവമേ നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ പുറപ്പെടുവിക്കരുത്. ഈ മരുഭൂമിയുടെ കൊടിച്ചൂടിന്റെ അനുഭവത്തിൽ കർത്താവ് കൂടെ ഇല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ കഴിയുന്നത് മോശെ നന്നായിട്ട് അറിയാം. ഇന്നത്തെ സാഹചര്യം നല്ല ചൂടുള്ള സാഹചര്യമാണ്. ഈ കൊടിച്ചൂടിൽ അനേകം കുഴഞ്ഞു വീഴുമ്പോൾ നാം നിൽക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. ആ ദൈവത്തിന്റെ കരുണ ഇന്നും വറ്റിപ്പോയിട്ടില്ല. ഞാൻ പുതിയത് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 15-ാമത് വാക്യം വായിക്കുമ്പോൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 15-ാമത് വാക്യം, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. കരങ്ങളുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. നമ്മെ കൊണ്ട് പുതിയത് ചെയ്യുവാൻ ഒന്ന് നമ്മെ പുതുക്കുക ദൈവം. ഇതുവരെ മൂർച്ചയില്ലാതിരിക്കുന്ന മെതിവണ്ടിയാണെങ്കിൽ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി മാറ്റുവാൻ പോകുന്നു. അപ്പൊ മെതിവണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം. ജെസിബി എന്നും ഹിറ്റാച്ചി എന്നൊക്കെ നമ്മൾ പറയുന്നു. ചിലതിനെ മെതിക്കുവാൻ, ചിലതിനെ പൊടിക്കുവാൻ, ചിലതിനെ ഇല്ലായ്മ ചെയ്യുവാൻ എന്നെയും നിങ്ങളെയും ദൈവം എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ പല്ലിന് മൂർച്ചയുണ്ടോ? നമ്മുടെ നാവ് വിശുദ്ധിയുള്ളതാണോ? ഈ ദൈവത്തിന്റെ ഇരുവാഴ്ത്തലയുള്ള വാളാകുന്ന വചനം എന്റെ അതിനകത്ത് നിന്ന് പുറത്തു വരുമ്പോൾ ചിലത് സംഭവിക്കണം. അത് നമ്മളെ മൂർച്ച കൂട്ടണം. നമ്മുടെ മൂർച്ച നമ്മുടെ പല്ലിന്റെ മൂർച്ചയല്ല, ആത്മാവിന്റെ മൂർച്ച കൂടണം. ആത്മാവിൽ തീഷ്ണതയുള്ളവരായി മാറണം. എപ്പോഴാണോ ആത്മീകമായി നമ്മൾ തീഷ്ണത വർദ്ധിക്കുന്നുവോ അതനുസരിച്ച് സ്വർഗത്തിൽ ദൈവം നമ്മെ നടത്തുവാൻ ശക്തനാണ്. പണ്ടത്തെ ആളുകൾ പറയുന്നൊരു ചൊല്ലുണ്ട്, ഉണ്ടവൻ ഊക്കം കാണിക്കുന്നു. നല്ല ആരോഗ്യമുള്ള ശരീരം വേണമെങ്കിൽ നിറച്ച ആഹാരം കഴിക്കണം. അല്പം മാത്രം ആഹാരം കഴിക്കുന്നവന് ശക്തിയുള്ള ആരോഗ്യമുള്ള ശരീരത്തെ സൂക്ഷിക്കാനായിട്ട് കഴിയുകയില്ല. അപ്പൊ നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മൾ വിചാരിക്കുന്ന കർത്താവ് ഇത്രയും മതി, ഇത്രയും മതി, അതുകൊണ്ട് അമിതാഹാരം കഴിച്ച് ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകാനല്ല, ആത്മീകമായി വളരുക, ആത്മീകമായി നാം ശക്തിപ്പെടുത്തുക. അപ്പൊ ദൈവം തരുന്നതായ ആത്മീക പോഷണം ആവോളം ഭക്ഷിച്ച് നാം തൃപ്തിയായാൽ
നമ്മൾ അറിയാതെ നമ്മുടെ ആത്മീക മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടിരിക്കും. പ്രതികൂലങ്ങളെ തകർക്കുവാൻ നമ്മുടെ അകത്തൊരു ബലം വേണം. അകത്തെ മനുഷ്യൻ എത്രമാത്രം ബലപ്പെടുന്നുവോ അതനുസരിച്ചാണ് നമ്മുടെ ആത്മീക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. ചില പ്രതിസന്ധികളെ ജയിക്കുവാൻ നമ്മുടെ അകത്തൊരു ബലം വേണം. ഓലപ്പാമ്പ് കാണിക്കുമ്പോൾ പേടിച്ചു പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ അകത്ത് യഹൂദ ഗോത്രത്തിലെ സിംഹമായവന്റെ ശക്തി വ്യാപരിക്കണം. നമ്മൾ സിംഹക്കുട്ടികളാണ്. സിംഹം ഒന്നിനും വഴിമാറാത്തതുപോലെ നമ്മുടെ മുമ്പിൽ വരുന്ന ചിലതിനെ ചവിട്ടി മെതിക്കുവാൻ, ചിലതിനെ ഉന്മൂലനാശം ചെയ്യുവാൻ ദൈവം നമ്മെ പല്ലേറിയത് മൂർച്ചയുള്ളതുമായ മെലിവണ്ടിയാക്കി മാറ്റിയിരിക്കുക. ഈ ദേശത്തെ ഭരിക്കുന്ന അന്ധകാര ശക്തികളെ തകർക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ അധികാരത്തെ കൈമാറുകയാണ്. ദൈവസഭ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത് പാതാള ഗോപുരങ്ങൾ തകരപ്പെടുവാൻ ഇടയായി പരിശുദ്ധാത്മാവിനാല് തീയാലും അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ദൈവമഹത്വം ചലിക്കട്ടെ, ദൈവമഹത്വം ചലിക്കട്ടെ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന കർത്താവ്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകും. നമ്മെ പല്ലേറിയതും മൂർച്ചയുള്ളതും. പിന്നെ എപ്പോഴാ നമ്മുടെ മൂർച്ച കൂട്ടേണ്ടി വരുന്നത്? എവിടെയോ നമ്മുടെ മൂർച്ച കുറഞ്ഞുപോയി. നമ്മുടെ പ്രാർത്ഥന അനുഭവത്തിൽ എവിടെയോ മൂർച്ച കുറഞ്ഞുപോയി. കൂട്ടായ്മ ബന്ധത്തിൽ എവിടെയോ മൂർച്ച കുറഞ്ഞുപോയി. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കാറുണ്ട്, പലരോടും പറയാറുണ്ട്, സഭായോഗം മുടക്കുന്നവരുടെ വിഷയത്തിൽ ഞാൻ പ്രാർത്ഥിക്കാനില്ല. എന്തിനാ ദൈവത്തിന്റെ അടിമായിക്കണം? അനുഗ്രഹം ദൈവമാണ് തരുന്നത്. ആര് പ്രാർത്ഥിച്ചാലും വ്യവസ്ഥപ്രകാരം നീ മുന്നോട്ട് പോയാൽ നിനക്ക് വേണ്ടി തുറക്കുന്നൊരു വാതിലുണ്ട്. ദൈവം തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ കഴിയുകയില്ല. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്നിവിടെ മുമ്പിൽ വന്ന് സാക്ഷി പറഞ്ഞ മാതാവും അവിടെ ഹസ്ബൻഡിനും പല പ്രാവശ്യം ഡോക്ടർ കത്തി വെക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇതുവരെ കത്തി തൊടാൻ ദൈവം അനുവദിച്ചില്ല. ദൈവത്തിന്റെ നീതിയാണത്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ നമ്മോടൊപ്പം ഉണ്ട്. ഇന്ന് പകൽ ഒരു പുതിയത് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അത് പ്രാപിക്കാൻ നമ്മൾ ഒരുക്കത്തോടെയാണെങ്കിൽ, വിശ്വാസത്തോടെയാണെങ്കിൽ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയും. എങ്ങനെയെങ്കിലും ജീവിക്കുന്ന ക്രിസ്തീയ ജീവിതം ജയാളികളായി ജീവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ അധികാരികളാണ്. നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. നമ്മൾ ആരുടെയും അടിമകളല്ല. നമുക്ക് ദൈവ സ്വാതന്ത്ര്യം തന്റെ സ്വന്തം രക്തത്താലാണ്. യേശു കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവപൈതൽ ഒന്നിനും അടിയറ വയ്ക്കാൻ പോകരുത്. അല്പസമ്പത്തിന് വേണ്ടിയോ അല്പ ബഹുമാനത്തിന് വേണ്ടിയോ മറ്റുള്ള പുകഴ്ചയ്ക്ക് വേണ്ടിയോ ദൈവം തന്നിരിക്കുന്ന അധികാരം ഒരു സ്ഥലത്ത് അടിയറ വയ്ക്കാൻ പോകരുത്. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ ഒരുക്കമാണ്. നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിപ്പാൻ സർവശക്തിയുള്ളവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ആർത്തി, നമ്മുടെ ദാഹം എത്രമാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ കോരഹൂതന്മാർ പറയുന്നു, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എന്റെ പിതാവും കൂടെ ഉള്ളവരും ദൈവത്തോട് മറുതലിച്ച് ജീവനുടെ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോരുടെ കൂട്ടത്തിലല്ല, പിന്നെയോ ഞാൻ ദൈവത്തിങ്കിലേക്ക് വരുവാൻ, എന്റെ ആത്മാവിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ, അതിനാണ് എന്റെ വാഞ്ച. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എത്രമാത്രമാണ് തീഷ്ണതയുള്ളത്. ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ആ വിടുതൽ വെളിപ്പെടണം. പ്രാർത്ഥിക്കാൻ വിട്ടുമടക്കുമ്പോൾ കർത്താവിന്റെ വലിയ കൃപ നമ്മുടെ മേൽ പകരപ്പെടണം. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷകളെ ഏറ്റെടുക്കണം. ഭവനത്തിന്റെ അകത്തളങ്ങൾ, ഞാൻ എന്റെ മോളോട് ഞാൻ പറഞ്ഞു, ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ
ആ ആദ്യത്തെ വാക്ക് പ്രാർത്ഥിക്കാൻ വാ തുറക്കുമ്പോൾ തന്നെ ആ ഭവനത്തിലുള്ള സകല ആളുകളും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. മകൾ പറഞ്ഞു, ഞങ്ങൾ എത്താൻ വൈകിയപ്പോഴും അവർ തറയിൽ പായും വിരിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ ഒരുക്കത്തിനനുസരിച്ചാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഞാൻ വിശ്വസിക്കുന്നു അന്ന് പ്രാർത്ഥന വിഷയത്തിനോട് നിശ്ചയമായി വിടുതൽ വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ വിടുതൽ നമ്മുടെ ഒരുക്കത്തിനനുസരിച്ചാണ്. ഇന്നും ദൈവം വിടുവിപ്പാൻ ശക്തനാണ്. ദൈവം ഇന്ന് പകലെ ചിലരെ അത് മൂർച്ചയുള്ള മെതിവണ്ടിയാക്കിയ പറഞ്ഞേക്കുള്ളൂ. പക്ഷെ നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ദാഹവും നിങ്ങളുടെ ആഗ്രഹവും അനുസരിച്ചാണ് സംഭവിക്കുന്നത്. എല്ലാവരെയും അങ്ങനെ ആക്കാമെന്ന് ദൈവം പറയുന്നില്ല. ചിലരെ അത് ഞാനായി തീർന്നത് എത്ര പേർ ആഗ്രഹിക്കുന്നു. ഈ വചനം ഏറ്റെടുക്കുവാൻ ആര് തയ്യാറാകുന്നു, അവരെ ദൈവം പുതിയതാക്കി മാറ്റും, നമ്മുടെ മൂർച്ചയുള്ളതാക്കി മാറ്റും. അപ്പൊ നമ്മുടെ അകത്ത് ആത്മാവിന്റെ മൂർച്ച വന്നാൽ അത് വെളിപ്പെട്ടു വരുവാനിടയായി തീരണം. ദൈവത്തിന്റെ സന്നിധിയിൽ ആ ഒരു ആത്മീക തീഷ്ണത നമ്മുടെ അകത്ത് നിന്ന് വേണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 16-ാമത് വാക്യം വായിക്കുമ്പോൾ, സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാക്കുകയും രഥം, കുതിര, സൈന്യം, ബലം എന്നിവയെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. സമുദ്രത്തിൽ വഴിയുണ്ടാക്കുന്ന ദൈവം. സമുദ്രം ഇരമ്പുന്ന തിരമാലകളുള്ള സ്ഥലമാണ്. കഴിഞ്ഞ ദിവസം ഒരു ഭവനത്തിൽ ഞാൻ ദൈവവചന പുസ്തകം ദൈവം എന്നോട് ഇടപെട്ട ഒരു വചനമാണത്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 21-ാമത് വാക്യം. അനേകരെ മുക്കി കൊന്നു കളഞ്ഞ ആഡംബര കപ്പലായ ടൈറ്റാനിക് എന്ന ഒരിക്കലും തകരുകയില്ലെന്ന് പറഞ്ഞ ആ കപ്പലിനെ മുക്കിക്കളഞ്ഞ കടലാണ് ആർത്തിരമ്പുന്ന കടൽ. എന്നാൽ വായിക്കാം, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 21-ാമത് വാക്യം. മോശ കടലിന്മേൽ കൈനീട്ടി യഹോവ അന്നു രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഒരു കാറ്റുകൊണ്ട് കർത്താവ് കടലിനെ പിൻഭാഗിച്ചു, ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നു. ഇസ്രായേൽ മക്കൾ ചെളിയിലൂടെ നടന്നത്, ഉണങ്ങിയ നിലത്തുകൂടെ കടന്നുപോയി. കാറ്റുകൊണ്ട് വെള്ളം വിഭാഗിച്ചാൽ വെള്ളം മാത്രമേ മാറുകയുള്ളൂ. അതിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ചെളിയിൽ ആ മനുഷ്യൻ പുതഞ്ഞു പോകാനല്ല. പിന്നെയോ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ തന്റെ ജനത്തെ അക്കരെ കടത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു മൂർച്ചയുള്ള മെതിവണ്ടിയാകുവാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നു, അത് നിന്നെ ദൈവം നടത്തുന്നത് ചെളിയിലൂടെയല്ല, പാറക്കെട്ടിന്റെ ഇടയിലൂടെയല്ല, ഉണങ്ങിയ നിലത്തുകൂടെ, സമുദ്രത്തിന്റെ ആഴത്തിൽ ഉണങ്ങിയ നിലത്തിലൂടെ അക്കരെ കടത്തുവാൻ എന്റെ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. നമ്മൾ ഇനിയും ഉണരണം, നമ്മൾ ഇനിയും ഒരുങ്ങണം. നമ്മുടെ ഒരുക്കം അതെ കൊണ്ട് തൃപ്തിയാകരുത്. ഇതുവരെ മതി എന്ന് പറഞ്ഞ പലരും അതെ മടുക്കുകയാണ്. അല്ല, ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ആകത്തൊരു തീഷ്ണത വർദ്ധിക്കണം. ഇങ്ങനെ ഞാൻ ഓടിയാൽ പോരാ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, കാലാളുകളോടുകൂടെ ഓടുമ്പോൾ നീ കുഴഞ്ഞു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ ഓടും? ഇതാ കുതിരയാ പുറകെ വരാൻ പോകുന്നത്. ഇപ്പൊ നീ കുഴഞ്ഞു പോയാൽ ഇല്ല, ആത്മാവിന്റെ തീഷ്ണതയോടെ ഓടുവാൻ, എന്തെങ്കിലും കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്യുവാൻ അവസരം ഉള്ളപ്പോൾ ചെയ്യണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അടുത്ത വാക്യം കൂടെ പുറപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യം കൂടെ വായിക്കാം. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. കരങ്ങൾ ഉയർന്ന ദൈവത്തിന് സ്തോത്രം പറയാം. സമുദ്രത്തിലെ ജലം അനേകരെ മുക്കിക്കളഞ്ഞ ചരിത്രമേ ഉള്ളൂ. ഇവിടെ വെള്ളം കൊണ്ട് മതില് കെട്ടി തന്റെ ജനത്തെ അക്കരെ കടത്തുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പുതിയതൊന്ന് ചെയ്യുവാൻ ലോക ചരിത്രത്തിൽ വെള്ളം കൊണ്ട് മതില് കെട്ടിയ അനുഭവം ഉണ്ടെങ്കിൽ അത് ദൈവമക്കളുടെ സംരക്ഷണത്തിന് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ.
പിന്നൊരിക്കലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അടുത്ത വാക്യം താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ശത്രു സൈന്യം അവരുടെ പുറകെ വന്നു. ദൈവമക്കളെ ആ സുരക്ഷിതമായ ദൈവം തുറന്ന ആ പാതയിലൂടെ കടന്നു പോകുമ്പോൾ സമാധാനത്തോടെ ഉണങ്ങിയ നിലത്തൂടെ കടന്നു പോകുന്ന, സ്വസ്ഥതയോടെ ജീവിക്കുന്ന അതേ ദൈവമക്കളെ തകർക്കുവാൻ ഇതാ മിസ്രയീമിൽ സൈന്യവും വരുന്നു. ദൈവവചനമനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കളെ നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുവാൻ ആരെഴുന്നേറ്റാലും എന്റെ കർത്താവ് അടങ്ങിയിരിക്കുന്ന ദൈവമല്ല. ഇന്ന് പകൽക്കാലം അതേ അഗ്നി മേഘ സ്തംഭത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവ ശത്രു സൈന്യത്തെ ഒന്ന് നോക്കിയപ്പോൾ അവരുടെ ഓട്ടം താറുമാറായി. അതേ ദൈവ മക്കൾക്ക് സുരക്ഷിതമായ മതില് കെട്ടിയ വെള്ളം കൊണ്ട് അവരെ മുക്കിക്കളഞ്ഞു എന്ന് വേദപുസ്തകം പറയുന്നു. ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സുരക്ഷിതമായ പാതയിൽ ഒരു മനുഷ്യന് കടന്നു വരാൻ ദൈവം അനുവദിക്കയില്ല. അതെ, ഫറവോന്റെ 20 രഥങ്ങളെ വെള്ളത്തിൽ താഴ്ത്തിക്കളഞ്ഞ ഓ ദൈവം ഇന്ന് പകലുള്ള വന്നിട്ടുണ്ട്. നിന്നെ പല്ലേറിയത് മൂർച്ചയുള്ളതുമായ ഒരു ഉപകരണമാക്കി മാറ്റാൻ പോവുകയാണ്. ആരെയൊക്കെ ദൈവം പണിയുക, ആരെയൊക്കെ ദൈവം പണിയുക, ആരെയൊക്കെ ദൈവം പണിതുകൊണ്ടിരിക്കുക. ദൈവം ചെന്നെ പണിയുകയാ, ദൈവം ചെന്നെ പണിയുകയാ. പരിശുദ്ധാത്മാവ് ചെന്നെ തൊടുകയാ, ദൈവത്തിന്റെ കരം തൊടുകയാ. ഓ ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിങ്ങളുടെ സ്വാധീനങ്ങളെ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്നു. സമുദ്രത്തിനകത്ത് വഴിയൊരുക്കുന്ന ദൈവം. ദൈവം ഒരുക്കുന്ന വഴി എങ്ങനെയെങ്കിലും ഒരുക്കുന്നത്. ഒരു രാജാവ് ഒരു മനുഷ്യന് ഭിക്ഷ കൊടുത്താൽ രാജാവിന്റെ സ്റ്റാറ്റസ് അനുസരിച്ചാണ് കൊടുക്കുന്നത്. ദൈവം തന്റെ മക്കൾക്ക് വഴി ഒരുക്കിയാൽ ദൈവത്തിൻ്റെതായ സ്റ്റാറ്റസ് അനുസരിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും അത് എങ്ങനെയെങ്കിലും ജീവിക്കാനല്ല വിളിച്ചത്. രാജകീയ പുരോഹിത വർഗമായി ജീവിക്കാനാണ്, രാജാക്കന്മാരായി ജീവിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചത്. നമ്മൾ യാചകന്മാരല്ല. നമ്മൾ തിരിച്ചറിയണം. യോഹന്നാൻ 1:12 പറയുന്നു, യേശുവിനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നമ്മൾ അധികാരം പ്രാപിച്ചവരാണ്. നമ്മൾ ആരുടെയും മുമ്പിൽ കയ്യും കെട്ടി നിൽക്കേണ്ടുന്നവരല്ല. ദൈവം അങ്ങനെ നിർത്താൻ അനുവദിക്കയില്ല. ഇന്ന് പകൽ ദൈവാത്മാവ് ആവർത്തിച്ച് ഇന്നലെ രാത്രി അതുള്ള യോഗ ആരാധന കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞതാണ്, ഈ വചനം ഞാൻ പ്രസംഗിക്കാൻ എടുത്തതല്ല. ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ മൂർച്ചയുള്ളത് പല്ലേറിയുമായ മെതിവണ്ടിയാക്കി മാറ്റാൻ പോകുകയാ. ഇന്ന് പകല് ഇതിനകത്തൊരു പണി നടന്നുകൊണ്ടിരിക്കുക. അനേകരെ ദൈവം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇന്നലെ ചിലതിനെ കണ്ട് നീ ഭയപ്പെട്ട് മാറുന്നുണ്ടെങ്കിൽ ഇല്ല, നിന്നെ നീ ഭയപ്പെട്ടത് നിന്നെ കൈക്കീഴാക്കുക, നിനക്ക് ചവിട്ടി വലിക്കുക, നിന്റെ കാലുകളെ ബലപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ മഹത്വം ചലിക്കട്ടെ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 18-ാമത് വാക്യം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ദൈവത്തിന് സ്തോത്രം പറയാം. നമ്മൾ ഇന്നലകളെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടേണ്ട. അന്ന് ഞാൻ പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടിയില്ലല്ലോ, അന്ന് ഉപവസിച്ച് വിടുതൽ കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് പുറകോട്ട് നോക്കി നിരാശപ്പെടുവാനല്ല ദൈവം പറയുന്നത്. കർത്താവ് പറയുന്നു, ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാൾ ഞാൻ കാണുകയില്ല. ഇസ്രായേൽ പറയാൻ ദൈവം പറയുക, ഇന്ന് നിങ്ങൾ കണ്ട മിസ്രയീമിനെ ഇനി ഒരു നാൾ കാണാൻ ദൈവമക്കളുടെ നന്മയ്ക്കെതിരെ ആരെഴുന്നേറ്റാലും ദൈവം അടങ്ങിയിരിക്കുന്ന ദൈവമല്ല. നിന്റെ സ്വസ്ഥതയെ കെടുത്തുവാൻ, നിന്റെ നന്മയില്ലാതാക്കുവാൻ ആരെഴുന്നേറ്റാലും കണക്ക് ചോദിക്കുന്നൊരു ദൈവമുണ്ട്. അതിൽ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്.
നമ്മുടെ ദൈവം മരിച്ചു മൺമറഞ്ഞു പോയ ദൈവമല്ല. ഇന്നും ജീവനോടെ ഇരുന്ന് നമുക്ക് വേണ്ടി വ്യവഹാരം നടത്തുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മൾ അവരുടെ പക്ഷം ചേരുകയല്ല, അവർ നമ്മുടെ പക്ഷം ചേരാൻ പോകുകയാണ്. ദൈവത്തെ അല്ലെങ്കിൽ ദൈവമക്കളെ നിങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചോ. ഇന്നലെ നിങ്ങൾക്കെതിരെ വെല്ലുവിളിച്ച, നിങ്ങളുടെ മൺവെക്കെതിരെ ആവിചാരം ചെയ്തവരുണ്ടല്ലോ, അവർ നിന്റെ കൂടെ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിക്കാൻ സമയമായി. അതുകൊണ്ട് നീ ഭാരപ്പെടരുതോ. ഞാൻ നിന്നെ വല്ലാറിയ മൂർച്ചയുള്ള മെതികെട്ടിയാക്കി മാറ്റാൻ പോകുകയാണ്. ഈ ശക്തി പോരാ. ആത്മാവിന്റെ ശക്തിയോടെ, ആത്മാവിൽ പുതുക്കത്തോടെ, ആത്മാവിന്റെ പുതുക്കത്തോടെ ഹല്ലേലൂയ. നമ്മുടെ ദൈവം സർവശക്തനാണ്. നമ്മുടെ ദൈവത്തെ പോലെ ശക്തൻ ആരുമില്ല. ലോകത്തിൽ ശക്തന്മാരെന്ന് പറഞ്ഞവരെല്ലാം ഭൂമിക്ക് വളമായപ്പോൾ നമ്മുടെ കർത്താവ് സർവശക്തിയുടെ ദൈവമാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല. മനുഷ്യരൊക്കെ മാറിപ്പോകും, പക്ഷെ ദൈവം മാറ്റമില്ലാത്തവനാണ്. യെശയ്യാപ്രവചനം 42-ാം അധ്യായം അതിന്റെ 9-ാമത് വാക്യം. പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു. പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ പുതിയത് അറിയിക്കുന്നു. ഞാൻ പുതിയത് അറിയിക്കുന്നു. അത് ഉത്ഭവിക്കും മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. ഇന്ന് പകൽ പുതിയത് അറിയിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്നലകൾ കേട്ട വാഗ്ദത്വങ്ങൾ നീ മടുത്തുപോയെങ്കിൽ ഇന്ന് പകൽ പുതിയ വാഗ്ദത്വമല്ല, അതിനകത്തൊരു ജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം. ഒരുപാട് വാഗ്ദത്വം കേട്ടവരല്ലേ നമ്മൾ? എന്താ അതിലേക്ക് പ്രവേശിപ്പാൻ കഴിയാതെ വണ്ണമായിരിക്കുന്നത്? ഇന്ന് പകൽ നമ്മെ മൂർച്ചയുള്ള ഒരു മെതിവണ്ടിയാക്കി കർത്താവ് മാറ്റാൻ പോകും. കുന്നുകളെ സമഭൂമിയാക്കുക, മലകളെ ഇല്ലായ്മ ചെയ്യുക, പാറകളെ തകർക്കുക. നമ്മെ ദൈവം ശക്തീകരിക്കാൻ ഇടയായി. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാമത് വാക്യം നമുക്ക് പരിചയമുള്ള വേദഭാഗമാണ്, വായിക്കാം. ഒരുത്തൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിലായി തീർന്ന ഒരു മനുഷ്യൻ പിന്നെയും പഴയതിനെ കുറിച്ച് ചിന്തിക്കരുത്. പഴയ ജീവിതാനുഭവത്തെ കുറിച്ച് ചിന്തിക്കരുതോ. ഒരു ക്രിസ്തുവിലായവൻ പുതിയ സൃഷ്ടിപ്പ് നടക്കുക. സമസ്ത മേഖലയും പുതിയതാണ്. ഇന്നലകളിലുള്ളതിനെ കുറിച്ച് വ്യാകുലപ്പെടുവാനല്ല, പിന്നെയോ നമ്മെ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയിരിക്കുക. മുമ്പുള്ളവയെ നീ വിചാരിക്കേണ്ട, പണ്ടുള്ളവയെ ഓർക്കേണ്ട. ഇന്നലെയുള്ള ജീവിതത്തിൽ കഷ്ടതയുണ്ടോ, ഞെരുക്കമുണ്ടോ, വേദനയുണ്ടോ, നിന്ദയുണ്ടോ, പരിഹാസമുണ്ടോ? നിന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തവർ നിന്നോടൊപ്പം ദൈവത്തെ ആരാധിക്കുവാൻ സമയമായെന്ന് ആവർത്തിച്ച് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുക. അതുകൊണ്ട് അവർ നിന്റെ കണ്ണാൽ കൈ കൊടുക്കാൻ തയ്യാറായി പോകണ. നിന്നോടൊപ്പം ദൈവത്തെ ആരാധിക്കാൻ വരുക. അവർ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ചില കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അവർ ആത്മഹത്യ ചെയ്യാനല്ല, ജീവനുള്ള ദൈവത്തിലേക്ക് മടങ്ങി വരാം. ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവവേദനെതിരെ ഒരു വാക്ക് പറയാൻ തുടങ്ങരുത്. ദൈവത്തെ സേവിക്കുന്നവരെയും സേവിക്കാത്തവരെയും വേർതിരിക്കുന്ന ഒരു ദൈവം അത് ഇപ്പോൾ തന്നെ ചിലത് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഭവനത്തിലെത്തുമ്പോൾ ചില വിടുതലുകളെ കാണാൻ മരുഭൂമിയിൽ വഴിയൊരുക്കുന്ന ഒരു ദൈവം, സമുദ്രത്തിന്റെ അകത്ത് ഉണങ്ങിയ നിലമുണ്ടാക്കുന്ന ദൈവം, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത വഴി ദൈവം തന്നെ മക്കൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. ആ വഴിയിലൂടെ കടന്നു പോകുമ്പോ നിഗളിച്ചു പോകരുത്. ദൈവം എന്നെ നടത്തുന്നു എന്ന് മാത്രമേ പറയാം. പ്രശംസിക്കാനോ പുകഴുവാനോ ഒന്നും ഇല്ല. യെശയ്യാപ്രവാചന പുസ്തകം 35-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യെശയ്യാപ്രവചനം 35-ാം അധ്യായം 7-ാം വാക്യം.
മരീചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീരുറവുകളായും തീരും. മരീചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീരുറവകളായും തീരും. കുറുക്കന്മാരുടെ പാർപ്പിടത്ത് അവ കിടന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും. ഓടയും ഞാങ്ങണയും പുല്ലുമുള്ള സ്ഥലത്താണ് കുറുക്കന്മാർ പോയി കിടക്കുന്നത്. പക്ഷേ എന്നെയും നിങ്ങളെയും ദൈവം പുതുക്കിയാൽ നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് ആവശ്യമുള്ളത് തരാൻ ദൈവം വിശ്വസ്തനാണ്. അടുത്ത ഭാഗം, അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും. അതിന് വിശുദ്ധ വഴിയെന്ന് പേരാകും. ഒരു അശുദ്ധനും അതിൽ കൂടെ കടന്നു പോകയില്ല. അവൻ അവരോട് കൂടെ ഇരിക്കും. വഴിപോക്കർ ഭോഷന്മാർ പോലും വഴിതെറ്റി പോകയില്ല. ഇവിടെ വഴിപോക്കർ ഭോഷന്മാർ പോലും ദൈവം ഒരുക്കുന്ന ദൈവമക്കളുടെ വഴിയിൽ വഴിതെറ്റിപ്പോലും കയറി വരില്ല. ആ ദൈവത്തിന്റെ വാഗ്ദത്തം. ദൈവം എനിക്കും നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന ആ വഴിയിലൂടെ വഴിതെറ്റിപ്പോലും ഒരുത്തൻ കയറി വരികയില്ല. ലോകത്തിൽ നമ്മൾ അടച്ചാക്ഷരിക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, അവർക്കൊന്നും അത് കാണാൻ പോലും കഴിയുകയില്ല. അങ്ങനെ അവൻ ആ വഴിയിൽ കയറിയാൽ ഫറവോനെയും സൈന്യത്തെയും കടൽ വെള്ളം കൊണ്ട് മുക്കിക്കൊന്നു കളഞ്ഞ ദൈവം ഇതാ നമ്മോട് കൂടെ ഉണ്ട്. ആ കർത്താവ് എന്നോട് കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ അടിമയല്ല. നമ്മൾ പാടാറുണ്ട്, ഫറവോന് ഞാനിനി അടിമയല്ല. ഒരു ദൈവദാസൻ പറഞ്ഞത് ഫറവോന്റെ തിണ്ണയെ കയറി ഇരുന്നുകൊണ്ടാണ് പാട്ട്. ഇരിപ്പവിടെയാ ഫറവോന്റെ വീട്ടുവരാന്തയില് അവിടെ ഇരുന്നുകൊണ്ടാണ് ഞാനിനി ഫറവോന് അടിമയില്ലെന്ന്. എന്ന് പറഞ്ഞാൽ പിശാചിന് കയറാനുള്ള എല്ലാ വാതിലും നീ തുറന്നിട്ടിട്ട് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു പറഞ്ഞാൽ പിശാച് തന്നെ വെറുതെ വിടുമോ? അവന് ആഗ്രഹിക്കുന്ന, അവന് അവകാശമുള്ളത് നിന്റെ കയ്യിൽ ഇല്ലാത്തിടത്തോളം കാലം നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൃകം. ഈ അടുത്ത കാലത്ത് ഒരു ദൈവദാസനെ കുറിച്ചൊരു സാക്ഷ്യം കേട്ടു. ദൈവം ശക്തമായി ഉപയോഗിച്ച ഒരു അഭിഷക്തൻ. അദ്ദേഹം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഞാൻ കഴിഞ്ഞ ആഴ്ച കേട്ടതാണ് അദ്ദേഹത്തെ കുറിച്ച്. അദ്ദേഹം പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു പിശാച് നടന്നു വരുന്നു. ഇത് കണ്ടു. എവിടെ പോകുന്നു ചോദിച്ചു. അവർ ഞാൻ ഇന്ന വീട്ടിലേക്കാണ് പോകുന്നത്. ഈ സംസാരിച്ച ദൈവദാസൻ ചിന്തിച്ചു, കർത്താവ് ദൈവത്തെ ആരാധിക്കുന്ന കുടുംബമാണല്ലോ അത്. പക്ഷെ പിശാചിന് വിലക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്താ കാര്യം? മറ്റുള്ളവർക്ക് ഭയങ്കര ഭക്തിയും ആരാധനയൊക്കെ ഉണ്ട്. പക്ഷെ വീട്ടിനകത്ത് പിശാചിന് കയറാനുള്ള ഇടമുള്ളത് കൊണ്ടാവും പോയത്. എന്താ വേറെ വീട്ടിൽ കയറുന്നത്? ആ ദൈവദാസന് പിശാചിന് ഭയങ്കര അധികാരമുള്ള ദൈവദാസനാണ്. അദ്ദേഹം പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ അവന് കഴിയില്ല. ദൈവത്തിന് അധികാരം ചെറുതൊന്നുമല്ല. അനങ്ങണമെന്ന് പറഞ്ഞാൽ അനങ്ങയില്ല, അങ്ങോട്ട് തിരിയണമെന്ന് പറഞ്ഞാൽ തിരികയില്ല. പക്ഷെ ആ ദൈവദാസൻ അങ്ങോട്ട് അങ്ങനെ പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ചിന്തിച്ച, കർത്താവ് എന്താ ഈ പിശാചിന് ആ വീട്ടിൽ പോകാൻ അധികാരം? അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിന്റെ വിശ്വാസിനെ വീട്ടാ പോകുന്നത്. അദ്ദേഹത്തിന് വിലക്കാൻ കഴിഞ്ഞില്ല പിശാചിനെ. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ കുടുംബനാഥൻ രോഗിയായി. ആശുപത്രി പോയി തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ വീട്ടമ്മ രോഗി ആശുപത്രി പോയി. പിന്നെ ആ വീട്ടിന്റെ സകല സാമ്പത്തിക മേഖലയും തകർന്നു. ഈ ദൈവദാസൻ ആ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുന്നു, പക്ഷെ വിടുതൽ വരുന്നില്ല. സകലവും തകർന്ന് തരിപ്പണമായി കഴിഞ്ഞപ്പോൾ ആ പിശാച് വെളിപ്പെട്ടിട്ട് പറഞ്ഞു, അന്ന് പാതിന് അർദ്ധരാത്രി വെളുപ്പാങ്കാലം 4 മണിക്ക് ഈ വീട്ടിലേക്ക് വന്നത് ഞാനാണ്. ആരാധിക്കുന്നത് അല്ലാതെ ദൈവവുമായവർക്ക് ബന്ധം ഇല്ല. അവിടെ അകത്ത് മുഴുവൻ കുഴിത്തിരുമ്പ. അതുകൊണ്ട് ഞാൻ ആ വീട്ടിലേക്ക് പോയി. ദൈവത്തെ ദൈവവൈദ്യന് ഭയത്തോടെ മാത്രമേ ദൈവത്തെ ആരാധിക്കാവൂ. ഇത് ജീവനുള്ള വചനമാണ്. ഇത് ഇരുവായുത്തലയുള്ള വാളാണ്. ഈ വചനം കയ്യിലെടുത്ത് നടക്കുന്ന ദൈവവൈദ്യൻ
ഭയത്തോടും മുറയലോടും കൂടെ മാത്രമേ ദൈവത്തെ ആരാധിക്കാവൂ. ദൈവത്തിന്റെ വചനം ഞാൻ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നടന്നിട്ട്, രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ലോകത്തെ കാണിച്ചിട്ട് കാര്യമില്ല. നിന്റെ അകത്തളങ്ങളിൽ പിശാചിന് കയറാൻ നീ ഇടമുണ്ടാക്കരുത്. ആരെ കുറിച്ചെങ്കിലും അപവാദം പറയുന്നവർക്ക് നിർത്തിക്കോളൂ. പിശാചിന് കയറാൻ വേറൊരു വഴിയുമില്ല. പ്രാർത്ഥിക്കുന്നൊരു ദൈവവചന നന്മയ്ക്കെതിരായി സംസാരിച്ചാൽ, ചിന്തിച്ചാൽ മതി, പിശാച് കയറി വരും. നമ്മൾ വിചാരിക്കുന്നത് നിസ്സാര കാര്യമാണ്, ഇത് തീക്കളിയാണ്. ദൈവം വിടുവിപ്പാൻ ശക്തനാണ്. കർത്താവ് അനുവദിക്കാതെ എന്താണ് അഭിഷേകത്തിന് ആ പിശാചിന് വിലക്കാൻ കഴിയാത്തത്? അദ്ദേഹം പിശാചിന് അധികാരമുള്ള ദൈവദാസനാണ്. അദ്ദേഹത്തിന് അറിയാം അവൻ എന്തോ സ്വാധീനം അവിടെ ഉണ്ട്. ഞാൻ പലപ്പോഴും പ്രസംഗിക്കാൻ ഓർപ്പിക്കാറുണ്ട്, പിശാചിന് ഇടം കൊടുക്കാതെ അവന് കയറാൻ കഴിയില്ല. നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വായിക്കണം. മത്തായി സുവിശേഷം 10:42 വാക്യങ്ങൾ. ഒരുവനെ വിട്ട് പിശാച് ഇറങ്ങിപ്പോയാൽ അവൻ നീരില്ലാത്ത സ്ഥലത്തൂടെ ഊടാടി നടക്കും. ഇറങ്ങിപ്പോയ സ്ഥലം അടിച്ചുവാരി വൃത്തിയാക്കിയിരിക്കുന്നു എന്ന് കണ്ടാൽ അവൻ തന്നേക്കാൾ ബലവാന്മാരെ 7 പേരെ കൂടെ കൂട്ടി തിരിച്ചു വരും. മുമ്പിലത്തെ സ്ഥിതി പിമ്പിലത്തെ സ്ഥിതിയേക്കാൾ വല്ലാതെയാകും. ആ വചന കർത്താവ് പറയുന്നത് ഈ ദുഷ്ട തലമുറയ്ക്ക് അങ്ങനെ സംഭവിക്കും. ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബത്തിൽ അങ്ങനെ സംഭവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദുഷ്ടതലമുറയ്ക്കാണ് സംഭവിക്കുന്നത്. നമ്മൾ ദുഷ്ടതലമുറയായിട്ട് മാറരുത്, നമ്മൾ ദൈവമക്കളായി മാറണം. ദൈവവചനം പഥ്യമായി അനുസരിക്കുന്നവരായി മാറണം. നേരായി നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമൈതലേ, മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് എന്തിനാ നമ്മൾ പിശാചിന്റെ അടിവാങ്ങുന്നത്? പിശാചിന് വരുവാൻ വാതിൽ തുറന്നിട്ടിട്ട് സ്തോത്രം ചെയ്തതുകൊണ്ട് ആ പിശാച് പോവില്ല. അവൻ അവകാശപ്പെട്ടത് അവനെ എടുത്തുകൊണ്ട് പോകുള്ളൂ. ഞാൻ ഈ ഭവന പ്രതിഷ്ഠ നടത്തുമ്പോൾ പറയുന്നൊരു സംഭവമുണ്ട്. ഒരു മനുഷ്യൻ, ധനാഢ്യനായ ഒരു മനുഷ്യൻ, ഒരു മനോഹരമായ ഭവനം പണിതു. ഒരു നിരന്തരമായ ആഗ്രഹമാണ് എന്റെ ഭവനത്തിൽ യേശു വന്ന് വസിക്കണം. ഒരു കഥയാണ്, എങ്കിലും ചില കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ആ മനുഷ്യന്റെ ആഗ്രഹപ്രകാരം യേശു ആ വീട്ടിലേക്ക് വന്നു. യേശു ആ വീട്ടിലേക്ക് വന്നപ്പോൾ തന്റെ 2ാമത്തെ നിലയില് നല്ല വിരിച്ചൊരുക്കിയ ഒരു മുറിക്കകത്ത് യേശുവിനെ കൊണ്ടുപോയി പാർപ്പിച്ചു. സന്തോഷത്തോടെ അന്ന് രാത്രിയിൽ അവർ വിശ്രമിച്ചു. അന്ന് രാത്രി പിശാച് വീട്ടിൽ വന്നിട്ട് യേശു താമസിച്ച മുറി ഒഴികെ ആ മുകളിലത്തെ മറ്റെല്ലാ മുറികളിലെയും ഫർണിച്ചറെല്ലാം അടിച്ചു പൊട്ടിച്ച് ഗ്ലാസിനെല്ലാം തകർത്തു. ആ കുടുംബനാഥന് യേശുവിന്റെ അടുക്കൽ പോയി പരാതി പറയുക, കർത്താവേ, നിന്നെ എന്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ച് എന്താ കാര്യം? എന്താ നഷ്ടം വരുത്തിയത്? ആ കുടുംബനാഥനെ യേശു സൗമ്യമായി വിളിച്ചിട്ട് തന്നെ ഏൽപ്പിച്ച മുറിയിലേക്ക് കാണിച്ചു. നീ എന്നെ ഏൽപ്പിച്ചത് ഈ ഒരു മുറി മാത്രമാണ്. അതിനകത്ത് പിശാച് കയറിയിട്ടുണ്ടോ നോക്ക്. അതിനകത്ത് പിശാച് നോക്കിയിട്ട് പോലുമില്ല. അപ്പോൾ 2ാമത്തെ നില മുഴുവൻ ഞാൻ കർത്താവ് വന്നിരിക്കുന്നു. ഓക്കെ, അടുത്ത ദിവസം ആ വീട്ടിൽ പിശാച് വന്നു. പിശാച് താഴത്തെ നിലയിൽ അവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിനകത്തും ഷെൽഫിനകത്തും കൊണ്ടായിരുന്നു. അവന്റെ സ്വാധീനം വെച്ച് അവനെ ഒരുപാട് നാശം വിതച്ചു. അടുത്ത ദിവസവും ഈ മനുഷ്യൻ പരാതി പറയാൻ പോയി യേശുവിന്റെ അടുക്കൽ. കർത്താവ്, നിന്നെ എന്റെ വീട്ടിൽ പറഞ്ഞിട്ട് എന്താ കാര്യം? നോക്ക്, ഇവിടെ എല്ലാം നഷ്ടപ്പെടുത്തി. ഇന്ന് സഭായോഗത്തിന് വരാൻ അവസരം ഉണ്ടായിട്ട്, ആരോഗ്യം ഉണ്ടായിട്ട് വീട്ടിലിരിക്കുന്നതിനെ കുറിച്ച് ദൂതായത്. പിശാചിന് വേറെ ഇടം കൊടുക്കുന്നത് നീയാണ്. പാസ്റ്റർ കുറ്റം അതിന്റെ കാര്യമില്ല. ഇവിടെ ദൈവത്തിന് വിടുതൽ നടക്കുമ്പോൾ പിശാച് ഓടിയങ്ങ് ചെല്ലും.
വീട്ടിനകത്ത് സ്വന്തം കാര്യങ്ങൾ ശബത്ത് ദിവസം നിന്റെ കാൽ അടക്കി വെച്ച് ദൈവത്തെ ആരാധിക്കണമെന്നാണ് വ്യവസ്ഥ. പിശാചി ഇടം കൊടുത്തിരുന്നത് നമ്മളാണ്. ആ മനുഷ്യൻ പരാതി പറഞ്ഞു യേശുവിനോട്. നമ്മൾ പറയാറുണ്ട്, കർത്താവ് ഉപവസിച്ചിട്ട് എന്തായി, പ്രാർത്ഥിച്ചിട്ട് എന്തായി? നിന്റെ അകത്ത്, നിന്റെ ഹൃദയത്തിനകത്ത് പിശാചിടമുണ്ട്, നിന്റെ ഭവനത്തിന്റെ അകത്തളവിൽ പിശാചിടമുണ്ട്. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ലോകമനുഷ്യരോട് നമുക്കുണ്ട്. നമ്മൾ തകർന്നു പോകുന്നതല്ല, നമ്മളതിനെ ജയിക്കണം. അടുത്ത ദിവസം കർത്താവ് ആ കുടുംബനാഥൻ പറഞ്ഞു, കർത്താവ് യേശു പറഞ്ഞു, എന്നെ മുകളിലത്തെ ഏൽപ്പിച്ച ശേഷം വല്ല പിശാച് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ ചോദിച്ചു. ഇല്ല, ഈ വീട് പൂർണ്ണമായി ഞാൻ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. അടുത്ത ദിവസം പിശാച് വന്ന വീട്ടിൽ പങ്കു വിചാരിക്കുന്നത്, എന്റെ ജീവിതത്തെ പൂർണ്ണമായി യേശുവിനായി വിട്ടുകൊടുത്താൽ എനിക്കുള്ള സകലത്തെ യേശുവിനായി വിട്ടുകൊടുത്ത പിശാച് പറ്റുന്നതാണ്. പിശാച് പിറ്റേ ദിവസവും വന്നു. പിശാച് വന്ന് ഹാണിമേൽ അടിച്ചപ്പോൾ അതുപോലെ പിശാച് വെളിയിൽ നിൽക്കില്ല. എന്താ, അവനെ ഇഷ്ടപ്പെട്ടതല്ല ഫ്രിഡ്ജിനകത്തിരിക്കുകയല്ലേ, പിന്നെ വെളിയിൽ അങ്ങനെ നിൽക്കും. അപ്പൊ വന്ന് ഇടിച്ചിങ് കയറും. പക്ഷേ അടുത്ത ദിവസം വന്നപ്പോ വാതിൽ അടച്ചിരിക്കുക. പിശാച് ലോകത്തോട്ട് കയറാൻ കഴിയുന്നുണ്ട്. ഹാണിമേൽ അടിച്ചു. അപ്പൊ യേശുവാണ് വാതിൽ തുറന്നത്. അപ്പൊ പിശാച് പറഞ്ഞു, എനിക്ക് വീട് മാറിപ്പോയി. യേശു പറഞ്ഞു, ഇല്ല, നിനക്ക് വീട് മാറിയതല്ല, ഇന്നലെയും മെനഞ്ഞാന്നും ഇതേ വീട്ടിൽ തന്നെ നീ വന്നത്. പക്ഷെ ഇന്ന് മുതൽ ഈ വീടിന്റെ പൂർണ്ണ നിയന്ത്രണം എനിക്കാണ്. എത്ര പേർക്ക് പറയാൻ കഴിയും, എന്റെ ഭവനത്തിന്റെ പൂർണ്ണ നിയന്ത്രണം യേശു അപ്പനാണെന്ന്? യേശു റോമാലേഖനം 10-9 വാക്യങ്ങൾ വായിക്കുന്നത്, യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നീ രക്ഷിക്കപ്പെടും. എന്റെ ജീവിതത്തിന്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ യേശുവിന് എന്നെ സമർപ്പിച്ചു കൊടുക്കുകയാണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ. പലര് വിചാരിക്കുന്നത്, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതല്ലേ, അന്ന് കർത്താവിനായി വിട്ടുകൊടുത്തതല്ലേ, ഇനി എങ്ങനെയെങ്കിലും ജീവിക്കണം. അതാണ് പിശാചിനകത്ത് കയറാൻ വഴിയൊരുക്കിയത്. സമ്പൂർണമായി സമർപ്പണത്തോടെ, പിശാചിന് നോക്കുവാൻ പോലും ഇടയില്ലാതെ നമ്മെ സമ്പൂർണമായി കർത്താവിന് സമർപ്പിക്കാൻ കഴിയുമോ? നമ്മുടെ ഭവനങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാൻ കഴിയുമോ? നമ്മുടെ തലമുറകളെ ദൈവത്തിനായി വിട്ടുകൊടുക്കാൻ കഴിയുമോ? ഇന്ന് പകൽ പ്രാഗൽഭ്യത്തോടെ നമുക്ക് പറയാൻ കഴിയും, ഞാനും എനിക്കുള്ള സകലതും കർത്താവിന്റെ വകയാണ്. നീ അറിയാത്ത ഒരു വാക്കും എന്റെ നാവിന്മേൽ ഇല്ല. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ അവിടെയുണ്ട്, പാതാളത്തിന്റെ കിടക്ക വെച്ചാൽ അവിടെയുണ്ട്, സമുദ്രത്തിന്റെ അറ്റത്തിൽ പാർത്താലും നിന്റെ കൈ എന്നെ നടത്തുന്നു. അങ്ങനെ പറയാൻ പ്രാഗൽഭ്യമുണ്ടെങ്കിൽ ശൗലുമാർ കുന്തവുമായി നടന്നാല് നിന്നെ പോറലേൽപ്പിക്കാൻ പോലും ദൈവം വിട്ടുകൊടുക്കയില്ല. ഒരു രാജ്യം മുഴുവൻ അന്വേഷിച്ചിരുന്നത് എന്താ? ദാവീദിനെ ഒരു പോറൽ ഏൽപ്പിക്കാൻ കഴിയാത്തത്? ദാവീദ് കർത്താവിന്റെ ഉള്ളംകൈയിൽ വഹിക്കപ്പെട്ടവന്, ദൈവത്തിന്റെ ഹൃദയമെടുപ്പ മനുഷ്യന്മാർ തിരിച്ചറിഞ്ഞവനാണ്. ദാവീദിന് വെച്ച് 2 വീഴ്ചകൾ സംഭവിച്ചു. അവിടെയൊക്കെ വീട് കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് അനുതപിച്ച് ദൈവസഭയെ മടങ്ങി വന്നു. ഇന്നലകളിൽ എന്തെങ്കിലും കുറവ് ജീവിതത്തിൽ വന്നാൽ ഇന്ന് പകൽ വീട് കിടന്ന് കരയാൻ തയ്യാറായാൽ ആ തെറ്റ് നാളെയും ആവർത്തിക്കാനല്ല, സമ്പൂർണമായി കർത്താവെ എന്നെ ശുദ്ധീകരിക്കണമെന്ന് പറയുക. അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പിശാച് പോലും ഭയപ്പെടും നിന്നെ നോക്കാൻ. ഒരിക്കൽ പിശാചിനോട് ദൈവം ചോദിച്ചു, എന്റെ ദാസനായ ഇയ്യോബിനെ മേൽ നീ നോക്കിയതെന്തിന്? ഇയ്യോബിനെ നോക്കാൻ പോലും പിശാചിനെ ദൈവം അനുവദിച്ചില്ലെങ്കിൽ എന്നാൽ നമ്മുടെ ഭവനത്തിനകത്ത് കയറി നമ്മുടെ നന്മ മുഴുവൻ പിശാച് ഓർത്തി കളയുന്നേ. പേരുകൊണ്ട് ക്രിസ്ത്യാനിയായി പോരാ, ദൈവ വചനപ്രകാരം ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. വചനപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവവചനന്റെ ഒരു തലനാട് പോലും നിലത്ത് വീഴാൻ എന്റെ അപ്പൻ അനുവദിക്കില്ല. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്, വാക്കു പറഞ്ഞിട്ടും മാറുന്നവനല്ല. ഒരുവൻ ക്രിസ്തുവിലാകാൻ അവൻ പുതിയ സൃഷ്ടി. പഴയത് മുഴുവനും കഴിഞ്ഞുപോയി, പണ്ടുള്ളവയെ ഓർക്കണ്ട.
മുമ്പുള്ളവരെ വിചാരിക്കേണ്ട, ഞാനിതാ പുതിയതൊന്ന് ചെയ്യുന്നു. 35-ാം അധ്യായത്തിന്റെ അടുത്ത 8-ാം വാക്യം ഒന്ന് വായിക്കാം വേഗം. 35:8. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും. അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു പോകയില്ല. അവൻ അവരോട് കൂടെ ഇരിക്കും. വഴിപോക്കർ ഭോഷന്മാർ പോലും വഴിതെറ്റി പോകയില്ല. ഒരു സിംഹവും അവിടെ ഉണ്ടാകയില്ല. ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല. ദൈവം വിശുദ്ധീകരിക്കപ്പെട്ടെടുത്ത് ദൈവത്താൽ ശുദ്ധീകരണം പ്രാപിച്ച ഒരു ദൈവമായതിന്റെ മേൽ ഒരു നന്മയും മുടക്കുവാൻ ഒരു ദുഷ്ടമൃഗം അവിടെ കയറി വരികയില്ല. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. 35-ാം വാക്യം. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ വരൾച്ചയാണോ? മരുഭൂമിയുടെ അനുഭവമാണോ? എത്ര അധ്വാനിച്ചിട്ടും മിച്ചം വരുന്നില്ലയോ? ശത്രുവിന് എവിടെയെങ്കിലും അവസരമുണ്ടെങ്കിൽ, ശത്രുവിന് എവിടെയെങ്കിലും ഇഷ്ടമുള്ളത് നമ്മുടെ ഭവനത്തിനകത്തുണ്ടെങ്കിൽ ഉപേക്ഷിപ്പാൻ തയ്യാറായ, തീരുമാനത്തോടെ പ്രാർത്ഥിപ്പാൻ തയ്യാറായ കർത്താവ് പല്ലേറിയതും മൂർച്ചയുള്ളതുമായ മെതിവെട്ടിയാക്കി ദൈവം നമ്മെ മാറ്റും. ഒരു വാക്യം കൂടെ വേഗം വായിച്ചുകൂടെ? പ്രവാചക പുസ്തകം 41-ാം അധ്യായം 18-19 വാക്യങ്ങൾ കൂടെ. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളും ആക്കും. ഞാൻ മരുഭൂമിയിൽ ദേവദാരു, ഖദിരമരം, കൊഴുന്ത്, ഒലിവ് വൃക്ഷം എന്നിവ നടും. മക്കളുമേ, ദൈവം പറയുകയാണ്, ലോകം നോക്കുമ്പോ മരുഭൂമിയാ, ദൈവമക്കളുടെ ഭൂമിയില് കർത്താവ് ചിലത് നടാൻ പോകുകയാണ്. ചില കുടുംബത്തിന് ചില നന്മകൾ ദൈവം ഏർപ്പെടാൻ പോകുകയാണ്. ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവമല്ലേ, ഇന്നലെ നീ വിതച്ചതെല്ലാം പാഴായി പോയോ? ഇല്ല, ഇന്ന് പകൽ ദൈവം ചിലത് നടാൻ പോകുകയാ. നിന്റെ കുടുംബത്തിന് ചിലത് നടാൻ പോകുകയാ. നിന്റെ ഭവനത്തിനകത്ത് ചില നന്മകളെ ദൈവം തരാൻ പോകുകയാ. വേഗം വായിച്ചുള്ള വാക്കുകൂടെ. ഞാൻ നിർജ്ജന പ്രദേശത്തു സരള വൃക്ഷവും പൈൻമരവും വച്ചുപിടിപ്പിക്കും. യഹോവയുടെ കൈ അത് ചെയ്തു എന്നും ഇസ്രായേലിന്റെ പരിശുദ്ധൻ അത് സൃഷ്ടിച്ചു എന്നും അവരെല്ലാവരും കണ്ട് അറിഞ്ഞു വിചാരിച്ചു ഗ്രഹിക്കേണ്ടതിന് തന്നെ. ദൈവം പറയുന്നു, ദൈവമാണ് ചെയ്തതെന്നും. നമുക്കൊരു നന്മ വരുമ്പോൾ ലോകം പറയണം, ദൈവത്തെ അറിയാത്തവർ പറയണം, ഇത് അവന്റെ ദൈവം അവന് കൊടുത്തതാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, ലോകം കാണത്തക്കവണ്ണം ചില തരാൻ പോകുകയാണ്. നിന്നെ നിന്ദിക്കുന്നവർ കാണത്തക്കവണ്ണം കുടുംബത്തിനകത്ത് ചില നന്മകളെ എന്റെ ദൈവം തരാൻ പോകുകയാണ്. അത് പ്രാപിക്കാൻ നമ്മൾ ഒരുക്കമാണെങ്കിൽ ദൈവം നടത്തുവാൻ ശക്തനാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 10-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 10-ാം വാക്യം. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ഒരു പുതിയ യെരൂശലേം ഇറങ്ങി വരിക, അത് ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പാർക്കുവാൻ ഒരു പുതിയ ഇടം ദൈവം എല്ലാം പുതിയത് ചെയ്യാൻ ആഗ്രഹിക്കും. ഇവരിപ്പോ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ സമയം അധികരിച്ചു. നമുക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്നെ ഇന്ന് ദൈവം ഒരു പുതിയ വെടിവണ്ടിയാക്കി തീർക്കുമെന്ന്? വിശ്വാസമുള്ളവർക്ക് ചാടി എഴുന്നേൽക്കാം, ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം, ധൈര്യമായി പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ എന്നെ ഒരു പുതിയ വെടിവണ്ടിയാക്കി മാറ്റും. എവിടെയൊക്കെ മൂർച്ച പോയതിനെ മൂർച്ച വരുത്തുവാൻ. ഹല്ലേലൂയ. വളഞ്ഞത് ചൊവ്വാക്കുന്ന ദൈവം, പാഴ്മലകളിൽ ഉറവകളെ തുറക്കുന്ന ദൈവം, മരുഭൂമിയും വരണ്ടതിലും ആനന്ദിക്കുന്ന ദിവസം. ഇന്ന് നിന്റെ ജീവിതം മരുഭൂമിയാണോ?
ഇന്ന് വരണ്ട നിലമാണോ? നിന്റെ വരൾച്ച മാറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു നിമിഷം ഇന്നലകൾ ഉള്ളതിനെ ഓർത്ത് വ്യാകുലപ്പെട്ടത് ദൈവത്തോട് ഏറ്റുപറ. കർത്താവേ, ഇന്നലകളിൽ ഞാൻ പലപ്പോഴും ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും വിടുതൽ കിട്ടാതെ ദൈവത്തോട് പുറപുറത്തു പോയി. ഞാൻ ഏറ്റുപറയുന്നു, ദൈവം ഇന്ന് പകൽ പുതിയതായിട്ട് എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യണം. പുതിയതൊന്ന് ചെയ്യുന്ന ദൈവം. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം ജാഗ്രതയോടെ ധ്യാനിച്ച് ആ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ആ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ആ കർത്താവിന്റെ സാന്നിധ്യം ചിലര് മാത്രമല്ല, എല്ലാവരും അനുഭവിക്കണം. എല്ലാ കുഞ്ഞുങ്ങളും കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഈ പകൽക്കാലം വെളിപ്പെട്ട് വരുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ വയറിന്റെ ഇടതു ഭാഗത്ത് ഉദരത്തിനകത്തൊരു മുഴ വന്നാലുള്ള വേദന പോലെ സ്വാതന്ത്ര്യത്തോടെ ഇടത്തോട് തിരിയാൻ കഴിയാതെ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ ഈ പകൽക്കാലം കർത്താവ് സൗഖ്യമാക്കുക. കർത്താവിന്റെ സൗഖ്യമാക്കുന്ന കരം നീട്ടപ്പെടട്ടെ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഇന്ന് പകൽ ആ രോഗത്തിന്റെ ബന്ധനത്തെ അഴിക്കുന്നു. നീ ഗ്യാസ് ആണെന്ന് പലപ്പോഴും ചിന്തിച്ചില്ലേ? ഇല്ല, അതിനകത്ത് ഉദരത്തിനകത്ത് വളരുന്ന ഒരു മുഴയെ ദൈവം അപ്രത്യക്ഷമാക്കുക. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ലെന്ന ദൈവത്തിന്റെ വചനപ്രകാരം ദൈവം ചില അത്ഭുതങ്ങള് ഇന്ന് പകൽ ചെയ്യുകയാണ്. ഉദര സംബന്ധമായ ചില രോഗബന്ധനങ്ങളെ ഇന്ന് പകൽക്കാലം ദൈവം അഴിച്ചു മാറ്റുകയാണ്. അസ്ഥി സംബന്ധമായ ചില രോഗങ്ങളെ ദൈവം സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏൽപ്പിച്ചു കൊടുത്തോ, അത് എന്റെ മേൽ ഇന്ന് പകൽ ഒരു പുതിയ മെതിവണ്ടിയാക്കി എന്നെ മാറ്റണമേ എന്ന് ദൈവത്തോട് പറഞ്ഞു. ഇന്ന് പകൽ ദൈവത്തിന്റെ പണിയുകയാ, ദൈവത്തിന്റെ പണിയുകയാ, ദൈവത്തിന്റെ പണിയുകയാ, ദൈവത്തിന്റെ പണിയുകയാ. കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, വടക്ക് നിന്നല്ല ഉയർച്ച വരുന്നത് ദൈവം ന്യായാധിപതിയാകുന്നു. ദൈവം ചിലരെ അപ്പോസ്തലന്മാരായി, ഉപദേശകന്മാരായി, ഇടയന്മാരായി ദൈവം വേർതിരിച്ചു കൊണ്ടിരിക്കുകയാ. ദൈവത്തിന്റെ കര ചിലരിൽ വീണുകൊണ്ടിരിക്കുകയാ. ഇന്നലകളില് വന്ന നഷ്ടത്തെ ഓർത്ത് വ്യാകുലപ്പെടേണ്ട. ഇതാ പുതിയതൊന്ന് ചെയ്യുവാൻ എന്റെ ദൈവം അത്ഭുതകരങ്ങള് പുതിയതൊന്ന് ചെയ്യുവാൻ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടിരിക്കുക. കരങ്ങളെ തട്ടി അന്യഭാഷകളില് ആ ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഭാരതത്തെ കൂടാരത്തിലാ
അടുക്കയില്ല, നിന്റെ കാലുകളിലറുകില്ല, നിന്റെ കാലുകളിലറുകില്ല, നിന്റെ കാലുകളിലറുകില്ല, നിന്റെ കാലുകളിലറുകില്ല. കാലവേ എനിക്ക് മുറുകുമാവേ മുത്തുവേ അതിരു പൊടിയാക്കി അതേ കാലവേ എനിക്ക് മുറുകുമാവേ മുത്തുവേ അതിരു പൊടിയാക്കിയോ. നിന്റെ കൂടെയുള്ളപ്പോൾ മനുഷ്യന്റെ തൊടുകയില്ല, നിന്റെ കൂടെയുള്ളപ്പോൾ മനുഷ്യന്റെ തൊടുകയില്ല, വിശ്വസിനെ കാണുകയില്ല, വരികയില്ല, വിശ്വസിനെ കാണുകയില്ല, വരികയില്ല. ഭാരതത്തെ കൂടാരത്തിൽ അടുക്കയില്ല, ഭാരതത്തെ കൂടാരത്തിൽ അടുക്കയില്ല, കാലുകളിലറുകില്ല, നിന്റെ കാലുകളിലറുകില്ല, നിന്റെ കാലുകളിലറുകില്ല, നിന്റെ കാലുകളിലറുകില്ല. രോഗങ്ങൾ നിന്നെ ചിരിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല, രോഗങ്ങൾ നിന്നെ ചിരിപ്പിക്കയില്ല, ശാപങ്ങൾ രോഗങ്ങൾ നിന്നെ ചിരിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല, രോഗങ്ങൾ നിന്നെ ചിരിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി. ഒരു മൂർച്ചയുള്ള പല്ലേറിയ പുതിയ നെതിവണ്ടിയാക്കി ഞങ്ങളെ അങ്ങ് പണിതുകൊണ്ട് സ്തോത്രം. കടന്നു പോകുമ്പോൾ അന്ധകാര ശക്തികൾ വഴിമാറട്ടെ. ഭാരതത്തിനകത്ത് കെട്ടിയ സകല കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. കാലിച്ചവിട്ടുന്ന ഇടങ്ങൾ വിടുവിക്കപ്പെടട്ടെ. സന്തോഷത്തോടെ സ്വഭവനങ്ങൾ പോയി സ്വസ്ഥമായി നിർഭയം വസിച്ച് പിന്നെ ഒരുമിച്ച് കൂടി വരും വരെ ദൈവ തേജസ്സിന്റെ മറവിൽ മറയ്ക്കണമേ.
ഈ ബലത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മനോഹരമായ സംസർഗവും കൂട്ടായ്മയും കാവലും നടത്തിപ്പും നാം ഏവരോടും നമ്മെ കേൾപ്പിച്ച വചനങ്ങളോടും നാം എടുത്ത തീരുമാനങ്ങളോടും ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കർത്താവിന്റെ വരവ് ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. സമാധാനത്തോടെ പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.